ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് കത്തോലിക്ക സഭ അംഗീകരിച്ച പരിശുദ്ധ അമ്മയുടെ തിരുനാളുകളെപ്പറ്റി ഒന്ന് ധ്യാനിക്കുകയാണ്. ഓരോ തിരുനാളിനും പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ പോയി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ബലിയർപ്പിച്ച് മാർപ്പാപ്പായുടെ നിയമങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുന്ന അതാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ ജനുവരി മാസത്തിലെ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദൈവമാതൃത്വ തിരുനാൾ ജനുവരി മാസം 1-ാം തീയതിയാണ്. ഫെബ്രുവരി മാസം 2-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണ തിരുനാളാണ്. ഫെബ്രുവരി മാസം 2-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണ തിരുനാളാണ്. ഫെബ്രുവരി മാസം 11-ാം തീയതി മറ്റൊരു തിരുനാൾ കൂടെയുണ്ട്. അത് ലൂർദ് മാതാവിൻ്റെ തിരുനാളാണ്. ഫെബ്രുവരി 11-ന് ലൂർദ് മാതാവിൻ്റെ തിരുനാളാണ്. മാർച്ച് മാസം 25-ാം തീയതി പരിശുദ്ധ അമ്മയുടെ മംഗലവാർത്ത തിരുനാളാണ്. മെയ് മാസം 13-ാം തീയതി ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ. മെയ് മാസം 13-ാം തീയതി ഫാത്തിമ മാതാവിൻ്റെ തിരുനാളാണ്. മെയ് മാസം 31-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സന്ദർശന തിരുനാളാണ്. ജൂൺ മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാളാണ്. ജൂൺ മാസത്തിൽ എന്ന് പറഞ്ഞാൽ അത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞു വരുന്ന 2-ാമത്തെ ശനിയാഴ്ചയാണ് ശരിക്കും വിമലഹൃദയ തിരുനാളായി സഭ അംഗീകരിച്ചിരിക്കുന്നത്. ജൂൺ മാസം 27-ാം തീയതി നിത്യസഹായ മാതാവിൻ്റെ തിരുനാളാണ്. ജൂലൈ മാസം 13-ാം തീയതി റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളാണ്. റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളിനൊക്കെ അനേകം ആളുകൾ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നതാണ്. ജൂലൈ മാസം 16-ാം തീയതി പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാളാണ്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളാണ്. സെപ്റ്റംബർ മാസം 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളാണ്. പിറവി തിരുനാളിനൊക്കെ പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോയി നോറ്റ് ഉപവസിച്ച് സഹനമെടുത്ത് ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നവരുണ്ട്. വേളാങ്കണ്ണിയിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ 1 മുതൽ 8 വരെയുള്ള തീയതികളിൽ അവിടെ കിടന്ന് ധ്യാനിച്ച് അവിടെ കിടന്ന് പ്രാർത്ഥിച്ച് അവിടെ നോമ്പ് നോറ്റ് അനുഗ്രഹം പ്രാപിച്ചു പോകുന്ന ഒരിടം കൂടിയാണ്. സെപ്റ്റംബർ മാസത്തിൽ 24-ാം തീയതി കാരുണ്യമാതാവിൻ്റെ തിരുനാളാണ്. കാരുണ്യമാതാവിൻ്റെ തിരുനാളാണ് സെപ്റ്റംബർ മാസം 24-ാം തീയതി കാരുണ്യമാതാവിൻ്റെ തിരുനാളാണ്. ഒക്ടോബർ മാസം 7-ാം തീയതി ജപമാല റാണിയുടെ തിരുനാളാണ്. ഒക്ടോബർ മാസം പൊതുവേ നമ്മൾ ജപമാല മാസമായി കൊണ്ടാടുന്നുണ്ട്. ജപമാല റാണിയുടെ തിരുനാൾ ഒക്ടോബർ മാസം 7-ാം തീയതിയാണ്. നവംബർ മാസം 21-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സമർപ്പണ തിരുനാളാണ്. നവംബർ 21-ന് പരിശുദ്ധ അമ്മയുടെ സമർപ്പണ തിരുനാളാണ്. ഡിസംബർ മാസം 8-ാം തീയതി അമലോത്ഭവ തിരുനാളാണ്. ഡിസംബർ മാസം 12-ാം തീയതി ഗാഡലൂപ്പ മാതാവിൻ്റെ തിരുനാളാണ്. സ്നേഹമുള്ളവർ, ഈ തിരുനാളുകളൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരുങ്ങി പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ ചെന്ന് ഇതുപോലെ ബലിയർപ്പിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് മാർപ്പാപ്പായുടെ നിയമങ്ങൾ ചേർത്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത്ഭുതകരമായ വിടുതലും സൗഖ്യം ദണ്ഡവിമോചന സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അനുഗ്രഹമെല്ലാം പ്രാപിക്കാൻ നമ്മൾ പരിശുദ്ധ അമ്മയോടും പരമാവധി ചേർന്ന് നിൽക്കുമ്പോൾ സാത്താൻ കോട്ടകൾ തകർക്കുന്ന ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ സമർപ്പണവും എളിമയാണ്. പരിശുദ്ധ അമ്മയിലെ ദൈവം നിറഞ്ഞു നിർത്തിയ നിറസാന്നിധ്യമായിരുന്ന പരിശുദ്ധ അമ്മയുടെ എളിമ, പരിശുദ്ധ അമ്മയുടെ മനസ്സിൽ ദൈവത്തിൻ്റെ ഒരു സജീവ സാന്നിധ്യം നിലനിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സമർപ്പണം കൊണ്ടാണ്. ലൂക്ക 1:38 സമർപ്പണം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നിൽ നടപ്പിലാകണമെങ്കിൽ എനിക്ക് എളിമയും സമ്പൂർണ്ണ സ്വയംദാന സമർപ്പണവും, എൻ്റെ കഷ്ടതകൾ, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ ദുരിതങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ, എൻ്റെ ഉള്ളായ്മകൾ, ഇല്ലായ്മകളെല്ലാം ഞാൻ എത്രയധികം സമർപ്പിക്കുന്നുവോ അത്രയധികമായി ദൈവത്തിൻ്റെ പരിശുദ്ധിയും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വാഗ്ദാന വചനങ്ങളും എന്നിൽ മാംസം ധരിക്കാൻ ദൈവം ഇടയാക്കി തരും. അതുകൊണ്ട് പരിശുദ്ധ അമ്മ സമർപ്പിച്ചതുപോലെ എൻ്റെയും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ഇതുപോലെ ലൂക്ക 1:38 അമ്മ സമർപ്പിച്ചതുപോലെ ഞാനും ഒന്ന് സമർപ്പിച്ചാൽ പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല. എൻ്റെ
എൻ്റെ ദൈവമായിരിക്കും എൻ്റെ ജീവിതം ഏറ്റെടുത്ത് അനുഗ്രഹമുള്ളതാക്കി മാറ്റുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലെ ഒരു പ്രിയപ്പെട്ട ദൈവപൈതലായി മാറും. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.